ദേശീയപാത നവീകരണത്തിലെ പാളിച്ച, മഴവെള്ളം വീടുകളിലേക്ക് ഒഴുകി മണ്ണും ചെളിയും നിറഞ്ഞ കടകളും. ഇന്നലത്തെ മഴയത്ത് ഇന്നലത്തെ അതിന് മുമ്പിൽ മഴയിൽ ഒരുപാട് പണിയെടുത്താണ്. ഇത് എങ്ങനെ ഒരു വെള്ളം പോണ്ടേ? വീട്ടിൽ കയറിയാ എവിടെ എങ്ങനെ പോണ്? ഇങ്ങനെ സാധാരണ ഞങ്ങൾ ഇതിന്റെ മുമ്പൊക്കെ ഇവിടെ ഞങ്ങൾ ഓവ് വെച്ചാണ്. ഇവരൊക്കെ ഓവിട്ട് മണ്ണിട്ട് തൂർത്തുകൊണ്ട് വീട്ടിന്റെ ഒപ്പം ആക്കി ഇങ്ങോട്ട് ബിരിച്ച് കൊടുപ്പായി ഈ ജാതി പേയ്മെന്റ് നോക്കിയില്ല. ഇത് ഞാൻ പറഞ്ഞുടങ്ങണം. ഇന്നലെ രാത്രി 12 മണി തുടങ്ങി പണിയാണ്. കണ്ണനൂർ ജംഗ്ഷന് സമീപമാണ് സംഭവം. ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് വെള്ളത്തോടൊപ്പം മണ്ണും ചെളിയും കടകളിലേക്കും വീടുകളിലേക്കും കയറിയത്. സമീപത്തെ വീട്ടുടമസ്ഥർ ദേശീയപാത അധികൃതരെ കണ്ട പരാതി അറിയിച്ചു. കരാറുകാരുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരോട് ആദ്യമേ ഒരു കാട പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം പോകാനുള്ള വഴി ശരിയാക്കിയിട്ട് പണി തുടങ്ങാനാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അതൊന്നും അവർ സമ്മതിക്കാണ്ട് മണ്ണ് കുറെ കൊണ്ടിട്ട് ഞങ്ങൾ അടിയിൽ കൂടെ മുമ്പത്തെ വെള്ളം പോകാനുള്ള കുറെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൂടിക്കളഞ്ഞ് ഒരു വെള്ളം പോകാനുള്ള സൗകര്യം പോലും ചെയ്യാണ്ടാണ് അവർ ഈ പണി തുടങ്ങിയത്. ഇതിപ്പോ നമുക്ക് കുറെ സാധനങ്ങൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ചെളിയൊക്കെ ആയി. ഈ ടൂ വീലറൊക്കെ കടയുടെ അകത്ത് വരെ ചെളി കയറി. അതേപോലെ ചെളി കയറിയ കുറെ സാധനങ്ങൾ ഇനി വിൽക്കാൻ പറ്റില്ല, കാരണം സ്മെല്ലടിക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഹൈവേക്കാരോടും പണിക്കാരോടും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. വെള്ളം പോകാനുള്ള ഒരു വഴി ശരിയാക്കിയിട്ട് അവര് റോഡ് പണിതൊട്ടെ കുഴപ്പമില്ല. ഇതിപ്പോ ഹൈവേരെ സ്ഥലം മാത്രമല്ല അവരെടുത്തിരിക്കുന്നത്. ഈ വേസ്റ്റൊക്കെ വരുന്നത് നമ്മുടെ സ്ഥലത്തേക്കാണ് ഇങ്ങനെ വരുന്നത്. ഹൈവേരെ സ്ഥലത്ത് എന്ത് പണി ചെയ്യണമെന്ന് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഹൈവേ പണിയുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രമിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് കണ്ണനൂരിലും കാഴ്ചപ്പറമ്പിലും മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. സമീപത്തെ വീടുകളും കടകളും താഴ്ന്ന നിലയിലാണ്. ഇത് മുൻകൂട്ടി കാണാതെ മണ്ണിട്ടതാണ് പ്രശ്നമായത്. ഇപ്പോഴിതാണ് അവസ്ഥയെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലെത്തുന്ന മഴക്കാലത്ത് എന്താകും സ്ഥിതിയെന്നാണ് നാട്ടുകാരും കടയുടമകളും ചോദിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അതായത് തിരക്കൂട്ടി അവർ മണ്ണടിച്ചു, ഒരു മുന്നറിയിപ്പില്ലാതെ മണ്ണടിച്ച് വേഗം തൂർത്തു. നമ്മുടെ കുഴി കിടക്കുന്ന ഈ സ്ഥലമൊക്കെ 30 വർഷമായില്ലേ നമ്മളിവിടെ താമസായിക്കിട്ടെ. ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിൽ ഡ്രൈനേജ് ഉണ്ടായിരുന്നു, ഡ്രൈനേജ് അവർ അടച്ചു കളഞ്ഞു. ഇനിയിപ്പോ ഇപ്പോഴും ഇങ്ങനെയായി. ഇനി ഇതൊക്കെ ഒരു മഴയായപ്പോഴേക്കും വെള്ളം നിറഞ്ഞു ചുരുങ്ങിപ്പോ 2 ലക്ഷം രൂപയുടെ പയ്യുണ്ട്. വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ മണ്ണിൽ താഴ്ന്ന അവസ്ഥയാണ്. കാഴ്ചപ്പറമ്പ് ജംഗ്ഷനിലും കുഴൽമന്നത്തുമാണ് ദേശീയപാത മുറിച്ചുകിടക്കുന്ന സ്ഥലങ്ങളിൽ മേൽപ്പാല നിർമ്മാണം നടന്നുവരുന്നത്. 100 കണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ പാതയിലും മറ്റുമായി നിക്ഷേപിച്ചിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.